RSSുമായി ചേർന്ന് മത്സരിച്ചെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശുദ്ധ അസംബന്ധം പറയാൻ മടിയില്ലാത്ത ആളാണ് സതീശനെന്നും അക്കാലത്ത് RSS ആക്രമണത്തിന്റെ ടാർഗറ്റായിരുന്നു താനെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. 2001ലും 2006ലും പിന്തുണ നേടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ RSS നേതാക്കളെ സമീപിച്ചിരുന്നുവെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രതികരണം. അതേസമയം ഡീൽ പുറത്തുവന്നതോടെ LDF പരുങ്ങലിലെന്ന് മുസ്ലിം ലീഗ് വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും CPIM BJP ഡീലെന്ന ആരോപണത്തിൽ ചുറ്റിത്തിരിയുകയാണ് പൊതുരാഷ്ട്രീയം. ഡീൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവുമായി നേർക്കുനേർ പോരാടുന്ന മുഖ്യമന്ത്രി ഇന്നും VD സതീശനെയാണ് ലക്ഷ്യമിട്ടത്. അത് ശുദ്ധ അസംബന്ധം പറയാൻ ഒരു മടിയും സതീശനും ഇല്ല എന്നുള്ളത് കാണിക്കുന്നത്. 1977 അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് അന്വേഷിച്ച് നോക്കണം. ആക്രമണത്തിൻ്റെ ടാർഗറ്റായിട്ട് ഒന്ന് എന്നെ തന്നെയായിരുന്നു വെച്ചിരുന്നത്. അതായിരുന്നു കാര്യം. ഡീൽ ആരോപണം PR ഏജൻസി എഴുതിക്കൊടുക്കുന്നതാണെന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. ഡീൽ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ച് CPIയും ഇന്ന് രംഗത്തെത്തി. ഗോൾവക്കരുടെ പടത്തിന് മുമ്പിൽ നമ്ര ശിരസ്കനായി നിൽക്കുന്ന ഒരാളെ കണ്ടു നമ്മൾ. ആ ആളാരാണ്? അത് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. അത് കണ്ട കേരളമാണ്. ഡീൽ ആരോപണം തെളിയിക്കാൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ VS സുനിൽകുമാർ വെല്ലുവിളിച്ചു. DCC പ്രസിഡന്റിനെയും അന്നത്തെ TN പ്രതാപനെയും സംഘടന നടപടിയെടുത്ത് എന്തുകൊണ്ടാണെന്നും അതോടൊപ്പം അന്ന് ഇവിടെ നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി KPCC അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ ബഹുമാന്യ KC വേണുഗോപാൽ തയ്യാറുണ്ടോ? അതേസമയം മുമ്പ് വോട്ട് അഭ്യർത്ഥിച്ച് എറണാകുളത്തെ RSS നേതാക്കളെ VD സതീശൻ കണ്ടെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു 24നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് RSSന്റെ സഹായം തേടി തന്നെ സഹായിക്കണം എന്ന് RSSന്റെ ഒരു പ്രമുഖ നേതാവിനോട് പറഞ്ഞ കാര്യം ഞാൻ അന്നേ പറഞ്ഞതാ. RV ബാബു തട്ടിപ്പുകാരനെന്ന് VD സതീശന്റെ മറുപടി. ഈ RV ബാബു എന്നുള്ളത് കോൺഗ്രസ് വിരോധിയാണ്. ഒരു തട്ടിപ്പ് കേസിൽ പെട്ടിട്ട് പറവൂരും താമസിക്കുകയാണ്. 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നയാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും VD സതീശൻ. ശബരിമലയിൽ വെച്ച് എന്താ പറഞ്ഞത്? സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ 4 വോട്ടിന് വേണ്ടി ഞങ്ങളുടെ അഭിപ്രായം മാറ്റില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയപ്പോൾ 4 വോട്ടിന് വേണ്ടി അഭിപ്രായം മാറ്റില്ല എന്ന് പറഞ്ഞത് അഭിപ്രായം മാറ്റി. ഡീൽ ആരോപണത്തിൽ നിന്ന് കുതറിമാറാൻ CPIM ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരോപണം ആവർത്തിച്ച് പ്രതിരോധത്തിലാക്കാനാണ് UDF നീക്കം. 24 തിരുവനന്തപുരം. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശത്തിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഹൈക്കോടതി. എന്തിനാണ് മാതൃകാ പെരുമാറ്റച്ചട്ടമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ചോദിച്ചു. നടപടി തുടങ്ങിയെന്നാണ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. വർഗീയ പരാമർശം നടത്തിയ B ഗോപാലകൃഷ്ണനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. വിദ്വേഷ പരാമർശത്തിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഹൈക്കോടതി ചോദിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം എന്തിനെന്നും കോടതി. പരാമർശത്തിൽ നടപടി തുടങ്ങിയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി. 2 മാസത്തിനുള്ളിൽ പരാതിയിൽ നടപടി സ്വീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് K ഗോകുൽ സമർപ്പിച്ച ഹർജിയാണ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് പരിഗണിച്ചത്. സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചുവെന്നതായിരുന്നു ഹർജിയിലെ പ്രധാന ആരോപണം. പരാമർശത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തടസ്സമില്ല. ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. 24 കൊച്ചി. ഭാര്യ PK ശ്യാമളയോട് മത്സരിക്കേണ്ടെന്ന് പറയാതിരുന്നത് സ്ത്രീവിരുദ്ധമാകുമെന്നതുകൊണ്ടാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിമതർ മത്സരിക്കുന്ന പയ്യന്നൂരിലും തളിപ്പറമ്പിലും LDF ഏറ്റവും ഉജ്ജ്വല വിജയം നേടും. ഡീൽ ആരോപണത്തിൽ നിന്ന് മാറി വികസന വിഷയങ്ങൾ ഉന്നയിക്കുമെന്നും MV ഗോവിന്ദൻ 24നോട് പറഞ്ഞു. പ്രവർത്തന പശ്ചാത്തലവും പാർട്ടി പദവികളും ഉണ്ടെങ്കിലും സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഭാര്യ PK ശ്യാമളയോട് മാറി നിൽക്കാൻ പറഞ്ഞുകൂടെ എന്ന ചോദ്യത്തിനാണ് അങ്ങനെ പറഞ്ഞാൽ അത് സ്ത്രീവിരുദ്ധമാകുമെന്ന മറുപടി MV ഗോവിന്ദനിൽ നിന്ന് ഉണ്ടായത്. എങ്കിലും മാഷൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിന് ആ സ്ത്രീവിരുദ്ധ പരാമർശമാണ്. അതുപോലെ അങ്ങനെ പറഞ്ഞാൽ സ്ത്രീവിരുദ്ധമാണ്. ഭർത്താവ് പറഞ്ഞ ഭാര്യ മാറണമല്ലോ, അങ്ങനെയല്ലേ ദുരി. അതൊന്ത് പരാമർശ? അത് സ്ത്രീവിരുദ്ധമായതുകൊണ്ടാണ് അങ്ങനെ നിലപാടെടുത്തത്. ജനാധിപത്യപരമല്ലേ സമൂഹം? അവർ അവരുടേതായ രീതിയിലല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഞാൻ അടിച്ചേൽപ്പിക്കേണ്ടതാണോ ഏതെങ്കിലും സ്ഥാനമോ അല്ലെങ്കിൽ സ്ഥാനമില്ലായ്മയോ? അല്ല, എൻ്റെ പിൻഗാമിയായി ഭാര്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിൻഗാമിയൊന്നും ഇല്ല. ചരിത്രത്തിലില്ലാത്ത വിധം നേതാക്കൾ CPIM വിട്ട് എതിർപ്പാളത്തിൽ മത്സരിക്കുന്ന ചൂണ്ടിക്കാണിച്ചപ്പോൾ അതൊന്നും ബാധിക്കില്ലെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. 5.5 ലക്ഷത്തിലധികം വരുന്ന പാർട്ടി മെമ്പർമാരുള്ള പാർട്ടിയാണ് CPIM. ഒരു 1.5 ലക്ഷത്തിലധികം അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പാർട്ടിക്കകത്ത് ഈ പറയുന്ന പോലെ 3-4 ആളുകൾ അവരുടെ തെറ്റായ നിലപാടിൻ്റെ ഭാഗമായിട്ട്
പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ എല്ലാ കാലത്തും ഇതിനേക്കാളത്ത് എത്ര വലിയ സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. തൂക്കുമരത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന നേതാവാണ് KPR ഗോപാലൻ. ആ KPR ഗോപാലൻ കോഴിക്കോട് പോയിട്ടുണ്ട്. പാർലമെൻ്ററി അവസരവാദത്തിന് തന്നെ പ്രശ്നമായിരുന്നു അന്നും. MV രാഘവൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ അതിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. KR ഗൗരിയമ്മിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതുമായി താരതമ്യം ചെയ്യാൻ തന്നെ ഇല്ല. G. സുധാകരൻ ഇപ്പോൾ പറയുന്ന ഒന്നിനെയും മൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. അയാൾക്ക് ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആരോപണത്തിലും ഞാൻ മറുപടി പറയുന്നില്ല, മറുപടി അർഹിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞോട്ടെ, ഞങ്ങളതിനെ ആരും മൈൻഡ് ചെയ്യാൻ പോകും. എന്നാലും കൃഷ്ണപിള്ള സ്മാരകത്തിനെ പറ്റിയല്ലേ പറഞ്ഞു? ഇതിനെപ്പറ്റി പറഞ്ഞാലും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയി കോൺഗ്രസ് ആയില്ലേ, UDFിൻ്റെ തുപ്പിയും പറ്റി കുത്തിയിരിക്കുന്ന കാര്യം കണ്ടില്ല നമ്മൾ. അദ്ദേഹം UDF ആയിരിക്കുകയാണ്, അപ്പോൾ വേറൊന്നുമില്ല. പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുന്നതിനുള്ള പരിപക്വമായ രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളതെന്നും MV ഗോവിന്ദൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. കോൺഗ്രസ് പുറത്താക്കിയതിന് പിന്നാലെ വൈകാരിക പ്രതികരണവുമായി തളിപ്പറമ്പിലെ UDF വിമത സ്ഥാനാർത്ഥി കൊയ്യം ജനാർദ്ദൻ. കോൺഗ്രസിനെ തകർക്കുന്ന നേതൃത്വത്തിനുള്ള മറുപടിയാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് കൊയ്യം ജനാർദ്ദൻ പറഞ്ഞു. തന്റെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് 304 രൂപ മാത്രമാണെന്നും മകൾ അയച്ചു തന്ന തുക കൊണ്ടാണ് പത്രിക സമർപ്പിച്ചതെന്നും കൊയ്യം ജനാർദ്ദനൻ പറഞ്ഞു. CPIM വിട്ട് പുറത്തുവന്ന TK ഗോവിന്ദനെ തളിപ്പറമ്പിൽ UDF പിന്തുണച്ചതോടെയാണ് KPCC അംഗമായ കൊയ്യം ജനാർദ്ദൻ വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ചത്. സണ്ണി ജോസഫ്, KC വേണുഗോപാൽ എന്നിവർ അവസാന ദിവസവും ശ്രമിച്ചെങ്കിലും അനുനയത്തിന് വഴങ്ങാത്തതോടെ പാർട്ടി നടപടിയെടുത്തു. നടപടിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ അതിവൈകാരിക പ്രകടനമാണ് ജനാർദ്ദനൻ നടത്തിയത്. എനിക്ക് നോമിനേഷൻ കൊടുക്കാൻ കാശുണ്ടായിട്ടില്ല. എൻ്റെ മകള് അയച്ചു തന്ന പൈസ കൊടുത്താണ് ഞാൻ നോമിനേഷൻ കൊടുത്തത്. CPIMലെ അസംതൃപ്തരെ കൂടി കണ്ണുവച്ചാണ് UDF TK ഗോവിന്ദനെ പിന്തുണച്ചതെങ്കിലും പാർട്ടിക്കകത്തുള്ള എതിർപ്പുകൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നാണ് നേതൃത്വത്തിന്റെ ആശങ്ക. 24 കണ്ണൂർ. MK മുനീറിന് സീറ്റ് നിഷേധിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണെന്ന എളമരം കരീമിന്റെ പ്രസ്താവനയിൽ മറുപടിയുമായി MK മുനീർ. ആരുടെയെങ്കിലും ഇംഗിതത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗെന്നും തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകമൊന്നുമില്ലാത്തതുകൊണ്ട് കഥകൾ മെനയുകയാണെന്നും മുനീർ പറഞ്ഞു. ഇതിന് തടസ്സമായി നിന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടാണ്. അദ്ദേഹത്തിന്റെ വീട് ജാമ്യം നൽകി, വായ്പക്ക് ജാമ്യം നൽകേണ്ടി വന്നതും അദ്ദേഹം എടുത്ത നിലപാടിന്റെ ഭാഗമായി ലീഗ് നേതാക്കന്മാരെടുത്ത നിലപാടുകളാണ്. മുനീർ ഉയർത്തുന്ന രാഷ്ട്രീയം ലീഗ് ഉപേക്ഷിച്ച് ലീഗ് പുതിയ രാഷ്ട്രീയ നയത്തിലേക്ക് മാറിയതിന്റെ പ്രതിഫലനമാണ്. എളമരം കരീമിന്റെ ഈ പ്രസ്താവനയ്ക്കാണ് മുനീർ മറുപടിയുമായി രംഗത്ത് വന്നത്. തനിക്ക് സീറ്റ് കിട്ടാത്തതിന്റെ കാരണം എളമരം കരീമിന് എവിടെ നിന്ന് കിട്ടിയെന്ന് മുനീർ ചോദിച്ചു. ഇത്രയും കാലമായി ജമാഅത്തിനെതിരായ ആശയപരമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കെതിരായ ആരോപണത്തിൽ മറുപടി പറയേണ്ടത് അവരാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് സ്ഥാനാർത്ഥി നിർണയം നടത്താൻ ഉള്ള പ്രാപ്തിയും ശേഷിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വേറെ ആരുടെയെങ്കിലും ഇംഗിതത്തിനനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്തേണ്ട ഒരവസ്ഥയിലല്ല മുസ്ലിം ലീഗ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്താനുള്ള ആരോഗ്യം തനിക്കില്ലെന്ന് പറഞ്ഞ മുനീർ പാർട്ടി തനിക്കൊപ്പമുണ്ടെന്നും പാർലമെന്ററി രംഗത്ത് പുതിയ ആളുകൾ വരികയാണെന്നും അവർക്ക് വേണ്ടി മാറി നിൽക്കുകയാണ് എന്നും മുനീർ വ്യക്തമാക്കി. 24 കോഴിക്കോട്. സഹകരണ വകുപ്പിൽ 700 കോടിയുടെ അഴിമതി നടത്താനുള്ള നീക്കം നടന്നുവെന്ന് ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സഹകരണ വകുപ്പിന്റെ കോമൺ സോഫ്റ്റ്വെയർ പദ്ധതിയിൽ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. ആരോപണത്തിന് പിന്നാലെ രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടിയുമായി സഹകരണ വകുപ്പ് മന്ത്രി രംഗത്തെത്തി. രമേശ് ചെന്നിത്തലയ്ക്ക് സാമാന്യബോധമില്ലെന്നായിരുന്നു മന്ത്രി VN വാസവന്റെ പ്രതികരണം. സോഫ്റ്റ്വെയർ നിർമ്മാണം ടാറ്റ കൺസൾട്ടൻസിക്ക് നൽകാൻ തീരുമാനിക്കുകയും പിന്നീട് ടെൻഡർ 4 ഇരട്ടി തുകയ്ക്ക് ദിനേശ് BD സഹകരണ സംഘത്തിന് നൽകിയെന്നുമാണ് ആരോപണം. ദിനേശിന് മാത്രം പങ്കെടുക്കാവുന്ന രീതിയിൽ ടെൻഡർ വിളിച്ചു. ഈ മേഖലയിൽ ഒരു പരിചയവും ദിനേശ് BD സഹകരണ സംഘത്തിനില്ലെന്നും ചെന്നിത്തല ആരോപിച്ചു. കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള 2 സൊസൈറ്റികൾക്ക് മാത്രം പങ്കെടുക്കാവുന്ന വിധത്തിൽ മാനദണ്ഡം പുതുക്കുകയായിരുന്നുവെന്നാണ് പ്രധാന ആരോപണം. 4415 പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് പൊതു സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിന് TCSന് 206 കോടി രൂപയ്ക്ക് സർക്കാർ തീരുമാനമെടുത്ത് കരാർ ഉറപ്പിച്ചതാണ്. ദുരൂഹമായ സാഹചര്യത്തിൽ നടപടി റദ്ദാക്കി പുതുക്കിയ നിബന്ധനകളോടെ വീണ്ടും ടെൻഡർ വിളിച്ചത് ഈ ദിനേശ് BD സഹകരണ സംഘത്തിന് ഇത് കൈമാറാനായിരുന്നു.
ആരോപണത്തിന് തൊട്ടു പിന്നാലെ പ്രതികരണവുമായി സഹകരണ വകുപ്പ് മന്ത്രി തന്നെ രംഗത്തെത്തി. സാമാന്യ ബോധം ഇല്ലാഞ്ഞിട്ടില്ല അദ്ദേഹം പറയാതെ. ദിനേശ് ബി ഡി എന്ന് പറയുന്നത് സഹകരണ സ്ഥാപനമാണ്. സഹകരണ സ്ഥാപനവും നമ്മൾ അഴിവ് നടത്താൻ പോകും. TCSനാണ് കൊടുത്തെങ്കിൽ സിംഗിൾ ബിഡാണ് അതിലുണ്ടെന്ന് പറയാം. അതുകൊണ്ടാണ് സിംഗിൾ ബിഡുകാർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞത്. സഹകരണ മേഖല പറ്റുമെന്നുള്ള കാര്യം പരിശോധിക്കുകയാണ്. ഇതുവരെ ഈ കാര്യം നടപ്പാക്കി വരുന്നതല്ലേ ഉള്ളൂ. അതിന് മുമ്പേ കയറിപ്പുള്ളി ഇതിനു മുമ്പ് അവർ അഡ്വാൻസായി ഉന്നയിച്ചതെല്ലാം കോടതി വഴി ചെന്നിട്ട് എല്ലാം കൂടെ തിരിച്ചു ഓടിച്ചു. ഇത് അവസാനം തിരിച്ചടി കിട്ടാനുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. 250 സഹകരണ സംഘങ്ങളിലേക്ക് സോഫ്റ്റ്വെയർ നൽകാൻ ദിനേശ് ബി ഡി സഹകരണ സംഘം കോട്ട് ചെയ്തത് 58 കോടിയാണ്. ഭീമമായ സാമ്പത്തിക അഴിമതി പദ്ധതിക്ക് പിന്നിലുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ ടെൻഡർ റദ്ദാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് മുൻ പ്രതിപക്ഷ നേതാവ്. 24 തിരുവനന്തപുരം. കേരളം അങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. കഴിഞ്ഞ ദിവസമാണ് സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ അനുവദിച്ച് കിട്ടിയത്. അരിവാൾ ചുറ്റിക നക്ഷത്രവും കൈപ്പത്തിയും താമരയും തുടങ്ങി 2 നെൽക്കതിരും തെങ്ങിൻ തോപ്പും വരെയുള്ള ചിഹ്നങ്ങൾ. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടികൾക്കൊപ്പം ചിഹ്നങ്ങളും യാത്ര തുടരുകയാണ്. മുന്നണി മാറ്റവും പാർട്ടി ലയനങ്ങളും ഒരു കാലത്ത് പ്രസിദ്ധിയാർജിച്ച പല ചിഹ്നങ്ങളെയും വിസ്മൃതിയിലാക്കിയിട്ടുണ്ട്. നോക്കാം ചിഹ്നങ്ങളും പാർട്ടികളും. രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ് അവരുടെ ചിഹ്നങ്ങൾ. ദേശീയ പാർട്ടികൾ മുതൽ സംസ്ഥാന പാർട്ടികൾ വരെ, മുന്നണി സ്വതന്ത്രന്മാർ മുതൽ അപരന്മാർ വരെ എല്ലാവരും ചിഹ്നത്തിനു വേണ്ടിയുള്ള പിടിവലി നടത്താറുണ്ട്. പാർട്ടികളിലെ പൊട്ടിത്തെറികളും ലയനങ്ങളും കാരണം ചിഹ്നങ്ങൾ പല പാർട്ടികൾക്കും കൈമോശം വന്നിട്ടുമുണ്ട്. കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തുവന്ന കേരള കോൺഗ്രസ് പാർട്ടിക്ക് ആദ്യം ലഭിച്ചത് തുലാസ് ചിഹ്നമായിരുന്നു. പിന്നീട് കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള വിഭാഗം 1977 പുതിയ പാർട്ടിയായി മാറി. ലഭിച്ചത് കുതിര ചിഹ്നം. 79 KM മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം പാർട്ടിക്ക് രൂപം നൽകി. ലഭിച്ചത് വിഖ്യാതമായ 2 ചിഹ്നം. അതേ വർഷം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും രൂപീകരിച്ചു. ചിഹ്നം ചെണ്ട. പിന്നീട് മാണി ജോസഫ് വിഭാഗങ്ങൾ 85 യോജിച്ചെങ്കിലും 87 വീണ്ടും വഴിപിരിഞ്ഞു. 2 ചിഹ്നത്തിനായുള്ള മാണി ജോസഫ് പോര് കോടതി കയറി. ഒടുവിൽ പേരും 2 ചിഹ്നവും മാണി വിഭാഗത്തിന് തന്നെ ലഭിച്ചു. 2010 ഇരുവിഭാഗവും വീണ്ടും യോജിച്ചെങ്കിലും 19 വീണ്ടും വഴിപിരിഞ്ഞു. വീണ്ടും നിയമ പോരാട്ടം. 2 ചിഹ്നം വീണ്ടും മാണി വിഭാഗത്തിന്, ജോസഫ് വിഭാഗത്തിന് ഓട്ടോറിക്ഷയും. ദേശീയതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വഴിപിരിഞ്ഞ വർഷമായിരുന്നു 1964. CPI ദേശീയ കൗൺസിലിൽ നിന്ന് പുറത്തുവന്ന നേതാക്കൾ ചേർന്ന് CPIM എന്ന പാർട്ടിക്ക് രൂപം നൽകി. അതുവരെ ഉപയോഗിച്ചിരുന്ന അരിവാൾ നെൽക്കതിർ CPIക്കും ചുറ്റിക അരിവാൾ നക്ഷത്രം CPIMനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു. ദേശീയ പാർട്ടിയായ CPIM കഴിഞ്ഞ 62 വർഷമായി ചിഹ്നം നിലനിർത്തുന്നു. ദേശീയ പാർട്ടി പദവി നഷ്ടമായെങ്കിലും അരിവാൾ നെൽക്കതിർ ചിഹ്നം CPIയും നിലനിർത്തി. ചിഹ്നങ്ങൾ മാറിമറിഞ്ഞ മറ്റൊരു പാർട്ടി കോൺഗ്രസ് ആണ്. 52 ആദ്യ പൊതുതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ചിഹ്നം മുഖം വെച്ച കാളകളായിരുന്നു. 69 വരെ ആ ചിഹ്നം തുടർന്നു. 69 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാ കോൺഗ്രസ് R ഗ്രൂപ്പും കാമരാജിന്റെ നേതൃത്വത്തിൽ സംഘടനാ കോൺഗ്രസും രൂപീകരിച്ചു. ഇന്ദിരാ വിഭാഗത്തിന് പശുവും കിടാവും ചിഹ്നമായി ലഭിച്ചപ്പോൾ കാമരാജിനെ ചർക്ക തിരിക്കുന്ന സ്ത്രീയായിരുന്നു ചിഹ്നം. 77 മുതൽ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നം കൈപ്പത്തിയായി മാറി. ചിഹ്നങ്ങളിൽ മാത്രമല്ല വോട്ടുപെട്ടിയിലും മാറ്റം വന്നു. ആദ്യകാലത്ത് ഓരോ പാർട്ടികൾക്കും ഓരോ ചിഹ്നപ്പെട്ടിയാണ് പോളിംഗ് ബൂത്തിൽ ഉണ്ടായിരുന്നത്. വോട്ടർമാർക്ക് അവരുടെ ബാലറ്റ് അവർക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചിഹ്നപ്പെട്ടിയിൽ നിക്ഷേപിക്കാമായിരുന്നു. പിന്നീട് ഇത് ഒറ്റ ബാലറ്റ് ബോക്സിലേക്ക് മാറി. 82 മുതൽ പേപ്പർ വോട്ടിനെ ബൈ പറഞ്ഞ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്കും രാജ്യം മാറി. റിസർച്ച് ഡെസ്ക് 24. കേരളം മാത്രമല്ല തമിഴ്നാടും തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. AADMK 127 പേരുടെ പട്ടികയാണ് പുറത്തിറക്കിയത്. DMK സഖ്യത്തിൽ മണ്ഡല നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. TVK അധ്യക്ഷൻ വിജയ് നാളെ ചെന്നൈയിൽ നടത്താനിരുന്ന പ്രചാരണത്തിന് പോലീസ് അനുമതി നിഷേധിച്ചു. പുതുച്ചേരിയിൽ ഇന്ത്യ സഖ്യം തകർന്നു. 5 മണ്ഡലങ്ങളിൽ DMK കോൺഗ്രസ് നേർക്കുനേർ പോരാണ്. ഇരുപത്തിമൂന്ന് പേരുടെ ആദ്യ പട്ടികയ്ക്ക് പിന്നാലെയാണ് അണ്ണാ DMKയുടെ 2ാം പട്ടിക. 150 സ്ഥാനാർത്ഥികളാണ് 2 പട്ടികയിലുമായി ഇടം പിടിച്ചത്. എല്ലാ മുൻ മന്ത്രിമാർക്കും സിറ്റിംഗ് സീറ്റുകൾ തന്നെ നൽകി. മുതിർന്ന നേതാക്കളും സ്ത്രീകളും യുവാക്കളുമെല്ലാം പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. 18 പേരുടെ പട്ടികയാണ് അണ്ണാ DMK ഇനി പ്രഖ്യാപിക്കാനുള്ളത്. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് പ്രഖ്യാപിച്ചേക്കും. DMK സഖ്യത്തിൽ മണ്ഡല നിർണയ ചർച്ചകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. ഇന്ന് കോൺഗ്രസുമായി നടത്തിയ ചർച്ചയിൽ 23 സീറ്റുകളിൽ തീരുമാനമായി. ഇതിൽ 16 എണ്ണവും സിറ്റിംഗ് സീറ്റുകളാണ്. 16 தொகுதிகளை
மீண்டும் நாங்கள் திரும்ப பெற்றிருக்கிறோம். தோழமை கட்சி கேட்டுக்கொண்டதனால் கூட்டணி கட்சிகள் சில பேரை நிறுத்துவதால் 2 தொகுதிகளை அவர்களால் கொடுக்க இயலவில்லை. TVK അധ്യക്ഷൻ വിജയ് നാളെ ചെന്നൈ പെരമ്പൂരിൽ നടത്താൻ തീരുമാനിച്ച റാലിക്ക് പോലീസ് അനുമതി നിഷേധിച്ചു. 3000 പേരെ ഉൾക്കൊള്ളാനുള്ള ഇടം പെരമ്പൂരിൽ ഇല്ലെന്ന് പോലീസ് അറിയിച്ചു. മറ്റൊരിടം കണ്ടെത്താനും നിർദ്ദേശം നൽകി. പ്രചാരണത്തിന് മനഃപൂർവ്വം അനുമതി നിഷേധിക്കുകയാണെന്നും DMKയുടേത് ജനാധിപത്യ വിരുദ്ധ നടപടികളാണെന്നും വിജയ് ആരോപിച്ചു. TVKയുടെ സ്ഥാനാർത്ഥി പട്ടിക 29-ന് ചെന്നൈയിൽ പ്രഖ്യാപിക്കും. അതേസമയം പുതുച്ചേരിയിൽ ഇന്ത്യ സഖ്യം തകർന്നു. 5 ഇടങ്ങളിൽ DMK കോൺഗ്രസ് പാർട്ടികൾ നേരിട്ടേറ്റുമുട്ടും. ഇന്ത്യ മുന്നണിയിലെ കക്ഷികളായ VCK 3 സീറ്റിലും CPIM 2 സീറ്റിലും CPI മുസ്ലിം ലീഗ് പാർട്ടികൾ ഓരോ സീറ്റിലും മത്സരിക്കുന്നുണ്ട്. 24 ചെന്നൈ. അമേരിക്കൻ സൈന്യത്തിനെതിരെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി. അമേരിക്കൻ സൈന്യം ഗൾഫിലെ പൗരന്മാരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നുവെന്നാണ് ആരോപണം. അമേരിക്ക ഇസ്രയേൽ സഖ്യകക്ഷികളുടെ കപ്പലുകൾക്കുള്ള യാത്രാ നിരോധനം ഹോർമുസിൽ തുടരുകയാണെന്ന് IRGC വ്യക്തമാക്കി. ഹോർമുസിലെ ഏതൊരു നീക്കത്തിനും കഠിനമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും IRGC മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനിടെ G7 രാജ്യങ്ങളുടെ യോഗത്തിന് ഫ്രാൻസിൽ തുടക്കമായി. ഏപ്രിൽ 6 വരെ വെടിനിർത്തൽ തുടരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അമേരിക്കൻ സൈന്യത്തിനെതിരെ ഇറാൻ വിദേശകാര്യമന്ത്രി രംഗത്തെത്തിയത്. അമേരിക്കൻ സൈന്യം ഗൾഫിലെ പൗരന്മാരെ മനുഷ്യ കവചമായി ഉപയോഗിച്ചുവെന്ന് അരഗ്ചി ആരോപിച്ചു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ അമേരിക്കൻ സൈനികർ സൈനിക താവളത്തിൽ നിന്ന് ഓടിപ്പോയിരുന്നുവെന്നും GCC പൗരന്മാരെ മനുഷ്യകവചമാക്കി ഹോട്ടലുകളിൽ ഒളിച്ചെന്നും അരഗ്ചി പറഞ്ഞു. അതിനിടെ അമേരിക്ക ഇസ്രായേൽ സഖ്യകക്ഷികളുടെ കപ്പലുകൾക്കുള്ള യാത്രാ നിരോധനം ഹോർമുസിൽ തുടരുകയാണെന്ന് IRGC വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുകയാണെന്നും ഹോർമുസ് കടക്കാനുള്ള ഏതൊരു നീക്കത്തിനും കഠിനമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും IRGC മുന്നറിയിപ്പ് നൽകി. ഇന്നലെ അമേരിക്കയുടെ 10 കപ്പലുകൾ ഹോർമുസിലൂടെ ഇറാൻ കടത്തിവിട്ടുവെന്ന് ട്രംപ് അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് വാദം തള്ളി IRGC രംഗത്തെത്തിയത്. അതിനിടെ G7 രാജ്യങ്ങളുടെ യോഗം ഫ്രാൻസിൽ ആരംഭിച്ചു. അമേരിക്കയെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതേസമയം അമേരിക്ക ഇറാൻ മധ്യസ്ഥ ശ്രമങ്ങളെക്കുറിച്ച് പാക് ചൈനീസ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തി. സമാധാന ചർച്ചകൾ വേഗത്തിലാക്കണമെന്നാണ് വിഷയത്തിൽ ചൈനയുടെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്നുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലാണ് നിർദ്ദേശം. ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ അന്തർമന്ത്രാലയ സമിതിക്കും രൂപം നൽകി. വിലക്കയറ്റവും ചരക്ക് നീക്കവും ഇന്ധന വിതരണവും ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ വിവിധ ആശങ്കകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പങ്കുവച്ചു. ആഘാതത്തെ തരണം ചെയ്യാൻ സംസ്ഥാനങ്ങളുടെ തയ്യാറെടുപ്പുകളും ഭാവി ആസൂത്രണവും പ്രധാനമന്ത്രി വിലയിരുത്തി. ടീം ഇന്ത്യ എന്ന സന്ദേശമാണ് മോദി ആവർത്തിച്ചത്. കേന്ദ്ര തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങൾക്ക് നൽകി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരെ പങ്കെടുപ്പിച്ച് മറ്റൊരു യോഗവും കേന്ദ്രം നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഇന്ത്യയിലെ ആഘാതങ്ങൾ കുറയ്ക്കാനായി കേന്ദ്രം രൂപീകരിച്ച അന്തർമന്ത്രാലയ സമിതിയിൽ അമിത്ഷാ, നിർമ്മലാ സീതാരാമൻ തുടങ്ങി പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാവരുമുണ്ട്. പ്രശ്നങ്ങൾ പഠിച്ച സമിതി ശുപാർശകൾ സമർപ്പിക്കുകയും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. അതേസമയം പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇന്ധനവില വർദ്ധിപ്പിക്കാതിരിക്കാൻ പ്രത്യേക അധിക എക്സൈസ് തീരുവ കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. 24 ഡൽഹി. ജമ്മു കശ്മീരിലെ സോജില പാസിലുണ്ടായ ഹിമപാതത്തിൽ മരണം 7ആയി. പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റിയതായി അധികൃതർ പറഞ്ഞു. ജമ്മു കശ്മീരിലെ ശ്രീനഗറിൽ നിന്ന് കാർഗിലിലേക്ക് പോവുകയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ശ്രീനഗർ ലേ ദേശീയപാതയിൽ ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. ടെലിവിഷൻ റേറ്റിംഗിൽ കൃത്രിമം തടയാൻ വേണ്ടിയിട്ട് പുതിയ പരിഷ്കാരങ്ങളുമായി കേന്ദ്ര സർക്കാർ. ലാൻഡിംഗ് പേജ് വഴിയുള്ള വ്യൂവർഷിപ്പ് ഇനി മുതൽ റേറ്റിംഗിൽ കണക്കാക്കില്ല. റേറ്റിംഗ് ഏജൻസികൾ തുടങ്ങുന്നതിനുള്ള സാമ്പത്തിക നിബന്ധനകളിലും സർക്കാർ ഇളവ് വരുത്തി. ടെലിവിഷൻ റേറ്റിംഗിലെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പുവരുത്താനാണ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ നടപടി. ലാൻഡിംഗ് പേജുകൾ മാർക്കറ്റിംഗ് ടൂൾ മാത്രമായി കേന്ദ്രം പരിമിതപ്പെടുത്തി. ലാൻഡിംഗ് പേജ് വഴിയുള്ള വ്യൂവർഷിപ്പ് ഇനി മുതൽ റേറ്റിംഗിൽ കണക്കാക്കില്ലെന്നും വാർത്താ വിതരണ മന്ത്രാലയം അറിയിച്ചു. റേറ്റിംഗിന്റെ വിശ്വാസ്യത കൂട്ടുന്നതിനായി വിവരങ്ങൾ ശേഖരിക്കുന്ന വീടുകളുടെ എണ്ണം കൂട്ടും. മാധ്യമരംഗത്തെ നിക്ഷേപകർക്കും പരസ്യദാതാക്കൾക്കും പ്രേക്ഷകർക്കും തീരുമാനം ഗുണം ചെയ്യുമെന്നും കേന്ദ്രം അറിയിച്ചു. നേരത്തെ മാർക്ക് റേറ്റിംഗിൽ കൃത്രിമം കാണിക്കുന്നതടക്കം ചൂണ്ടിക്കാട്ടി നിരവധി പരാതികളാണ് കേന്ദ്ര സർക്കാരിന് ലഭിച്ചത്. ഇതിനു പുറമെ റേറ്റിംഗ് ഏജൻസികൾ തുടങ്ങുന്നതിനുള്ള സാമ്പത്തിക നിബന്ധനകളിലും കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തിയിട്ടുണ്ട്. മൊത്തം ആസ്തി 20 കോടി രൂപ വേണമെന്ന നിബന്ധന കേന്ദ്രം 5 കോടിയായി കുറച്ചു. കൂടുതൽ ഏജൻസികൾ രംഗത്ത് വരുന്നതിനും മത്സരം കൂടുതൽ ശക്തമാക്കാനുമാണ് തീരുമാനം. 24 ഡൽഹി. ഈ റിപ്പോർട്ടോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.